ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ബിഗ് ബോസ് സീസൺ കൂടി വരുവായിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ബിഗ് ബോസിന്റെ ഫസ്റ്റ് എപ്പിസോഡ്. ആദ്യം തന്നെ സുധിചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. പറയാൻ കാരണമുണ്ട്. രേണു രണ്ടും കൽപ്പിച്ചാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്റെ സുധിചേട്ടാ, ഞാൻ എത്തി. എന്റെ പൊന്നടാവേ, സുധിച്ചേട്ടന്റെ വെട്ടി അജാതി പരിപാടികളായി ഇനി ബിഗ് ബോസിൽ കാണാൻ പോകുന്നത്. നാളെ തൊട്ട് സുധിച്ചേട്ടന്റെ ആത്മാവ് വൈറ്റ് ഷർട്ടും വൈറ്റ് പാൻറ്റും ഇട്ടുകൊണ്ട് വന്ന് അവിടെ നിൽക്കും. രേണു മിക്കവാറും പോയി സുധിച്ചേട്ടന്റെ ആത്മാവിനോട് സംസാരിക്കുന്ന സീനൊക്കെ നമ്മൾ കാണും. നോക്കിക്കോ. നമുക്ക് അന്നേരം ഈ എപ്പിസോഡ് ഒന്നേന്ന് തുടങ്ങാം. തുടക്കം തൊട്ട് നമ്മൾ എന്താണോ കണ്ടുവരുന്നത് ആ സാധനം നമുക്ക് ഒന്നേന്ന് തുടങ്ങിയിട്ട് സംസാരിക്കാം. വന്ന് പറയുന്നു, ഒട്ടും സീരിയസ്നെസ് ഇല്ല, ഒരു ഗുമ്മില്ലാത്ത ഒരുമാതിരി കുണച്ചു കുത്തിയ ബിഗ് ബോസ് ആണ് ഇതുവരെ ഉള്ളത്. അങ്ങനെ ഒരുപാട് കംപ്ലൈന്റ്സ് ഉയരുന്നു. എല്ലാം ഞഞ്ഞാവിഞ്ഞ മാങ്ങാത്തലി മോറന്മാരാണെന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പുരയാണ് പണിപ്പുര. മനസ്സിലായോ? ഈ പണിപ്പുരയിലോട്ട് കയറുന്നതിന് മുമ്പ് ലാലേട്ടൻ ആരെയോ കുത്തി ഒരു ഡയലോഗ് അടിക്കുന്ന പോലെ ഒരു അടിയടിച്ച് ഇവിടെ ഇറങ്ങിയിട്ട് ബിഗ് ബോസിനെ കുറ്റം പറയുന്നവരും ഉണ്ട് കേട്ടോ. ലാലേട്ടനെ ബിഗ് ബോസ് കാരണം ഫേമസ് ആയിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ബിഗ് ബോസിനെ കുറ്റം പറയുന്ന നാറുകൾക്കിട്ടുള്ള കൊട്ടാണ് ആ കൊടുത്തത്. ഇനി പണിപ്പുരയെ പറ്റി പറയാം. പണിപ്പുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടസ്റ്റൻസിന്റെ ഡ്രസ്സ്, മേക്കപ്പ് സാധനങ്ങൾ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവർക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള അണിഞ്ഞൊരുങ്ങാനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവര് ഇതിനകത്ത് കൊണ്ടുവെക്കും, കൊടുക്കൂല. മനസ്സിലായോ? പണിയെടുത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ടാസ്ക് കൊടുത്ത് വിജയിച്ചാൽ മാത്രമേ ഈ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഇരിക്കും. നീയൊക്കെ പട്ടിക്കോലത്തിൽ നടക്കണം, വെറും പട്ടിത്താറ്റ് മേക്കപ്പ് ഒന്നും ഇല്ലാതെ മിഞ്ഞ അടിച്ച് നടക്കണം. അതാണ് സംഭവം. നിന്റെയൊക്കെ യഥാർത്ഥ കോലം നമ്മൾ കാണണ്ടെങ്കിൽ പണിയെടുത്തോണം. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. മനസ്സിലായോ? ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് കുറച്ച് ലൈവ് പരിപാടികൾ ഉണ്ടായിരുന്നു. അതിനകത്ത് പൊന്നോ, ഈ പണിപ്പുര കാരണം ഇടിയാടിടി. അതിലോട്ട് നമുക്ക് വരാം. അതിന് മുമ്പ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അങ്ങനെ വീടും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു. ലാലേട്ടൻ പുതിയ മുണ്ടും ജുബയും ഇട്ടുകൊണ്ട് സ്റ്റേജിലോട്ട് വരികയാണ്. സ്റ്റേജിലോട്ട് വന്നിട്ട് പറഞ്ഞ് കണ്ടസ്റ്റൻസിന് ചെറിയൊരു ടാസ്ക് കൂടെ കൊടുത്തിട്ടാണ് അകത്തോട്ട് കയറ്റുന്നത്. ടാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് റെനീഷ. കട്ട വെറുപ്പീര്. ഒരു JCB-ക്കകത്താണ് കൊണ്ടുവന്നത്. അതിനകത്ത് കിടന്ന് തന്നെ പുഴുവഴയുന്ന പരിപാടി കാണിച്ച് വെറുപ്പീര്. ബിന്നിയുടെ കയ്യിൽ നിന്ന് സാധനം പോയി ഇപ്പൊ ആരുടെ കയ്യിലാണെന്ന് അറിയത്തില്ല. മറ്റേ നമ്മുടെ ഗിസലി ചേച്ചിയൊക്കെ നല്ല പരിപാടിയാണ്, നല്ലടിയാണ്. ബിന്നിയെ അങ്ങ് പൊതിഞ്ഞ്, ബിന്നിയെ എല്ലാം അനുമോള് തട്ടിപ്പറിച്ചു. അനുമോളുടെ കയ്യിൽ നിന്ന് പിന്നെയും തട്ടിപ്പറിച്ചു. ബിന്നിയെ എല്ലാരും കൂടെ അങ്ങ് കൊഞ്ച് പൊതിഞ്ഞിട്ട് അങ്ങ് പൊതിഞ്ഞ് എല്ലാരും കൂടി. നാളെ എന്നാലും ഇതിന്റെ ബാക്കി അടി നമുക്ക് കാണാം. ഇപ്പൊ ഫസ്റ്റ് ഡേ തന്നെ ഒരു ഓളം സൃഷ്ടിച്ചിട്ടുണ്ട്. വന്ന് കേറിയപ്പോ തന്നെ ഈ ഒരു സാധനം കൊടുത്തതിന്റെ പേരിൽ ഒരു അടി പൊട്ടുന്ന പരിപാടി, അവിടെ ഒരു പിടിച്ചുപറി സെറ്റപ്പ് നടക്കുന്നുണ്ട്. ഇത്രയായിരുന്നു ഇന്നത്തെ ബിഗ് ബോസ് വിശേഷം. അവസാനം ഗുണ്ട് പൊട്ടിച്ച് ലാലേട്ടൻ എപ്പിസോഡ് എൻഡ് ചെയ്യും. അപ്പൊ നാളെ തൊട്ടാണ് സത്യത്തിൽ പ്രോപ്പർ എപ്പിസോഡ് വരുന്നത്. ഇന്ന് എല്ലാവരും വിളിച്ച് അകത്ത് കയറ്റിയതേ ഉള്ളൂ. നാളത്തെ പ്രൊമോയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നാളത്തെ പ്രൊമോയിൽ ഇത് വലിച്ചു പറിക്കാൻ പോകുന്നു. അതുമായിട്ട് സംബന്ധമായിട്ടുള്ള ചില്ലറ അടികളും വഴക്കൊക്കെയാണ് നാളെയും കാണാൻ സാധിക്കുന്നത്. എന്തിനാണോ എന്തോ ശാരീരിക ചേച്ചി നേരത്തെ എടുക്കാമെന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരത്തി ആ വഴിക്കൊന്നും കണ്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയായിരുന്നു ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. തുടങ്ങിയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മയത്തിൽ സംസാരിച്ചത്. കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയട്ടെ, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മയത്തിലാക്കാം. ഓക്കെ, എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? കണ്ടസ്റ്റൻസിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ആരാണ് പടുവാഴയായിട്ട് തോന്നിയത്? ആരാണ് നല്ല കളിക്കാരനായിട്ട് തോന്നിയത്? ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല. എന്നാലും നിങ്ങളുടെ ഊഹം ഒന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്? നമുക്ക് നോക്കാമല്ലോ. താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. കൂടുതലൊന്നും പറയാനില്ല. അപ്പോ സമയം ഇപ്പൊ എന്തായെന്തോ 3:30. എന്റെ ഉറക്കമില്ലാത്ത രാത്രി തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ ഇതിനി എഡിറ്റ് ചെയ്തിട്ട് എപ്പോൾ ഇടുമെന്തോ. അപ്പൊ ശരി ഗൈസ്, ഗുഡ് നൈറ്റ്. രാവിലെ അപ്ലോഡ് ചെയ്തേക്കാം. ബൈ.